മെൻസ്. ഞങ്ങളിപ്പോൾ ഉള്ളത് സൗത്ത് ഇന്ത്യൻ തന്നെ ലാർജസ്റ്റ് ആയിട്ടുള്ള ഹൈബ്രിഡ് ക്യാമ്പസ്. കുറെ നേരമായില്ലേ ഹൈബ്രിഡ് എന്താ നിൽക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഹൈബ്രിഡ് ക്യാമ്പസിനുള്ളതെന്നാ കാണണ്ടേ. ലെറ്റ്സ് ഗോ. ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എൻ്റർ ചെയ്യുന്ന സമയം തന്നെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമ്മളെ വാം വെൽക്കമിങ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു റിസപ്ഷൻ ഏരിയ ഉണ്ട്. ശരിക്കും ഇതൊരു ഹെൽപ്പ് ഡെസ്ക് ആണ്. അതെ, ഇവിടെ നിങ്ങൾക്ക് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിൽ ഇവിടെ ചേർക്കും. ദെൻ നമ്മുടെ ഒരു സൈലത്തിന്റെ ഒരു ഇൻഫ്രാസ്ട്രക്ചർ തന്നെ അടിപൊളിയാണ് കേട്ടോ. ആദ്യമായിട്ട് അഡ്മിഷൻ എടുക്കാൻ വരുന്ന ഏതൊരു കുട്ടിക്കും ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലാണ് ഇവിടെ ഈ ഗ്രൗണ്ട് ഫ്ലോർ ഇവരെ അറേഞ്ച്മെന്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ ആയിട്ട് നമുക്കൊരു HR ഡിപ്പാർട്ട്മെന്റ് വരുന്നുണ്ട്. അഡ്മിഷൻ പ്രൊസീജിയേഴ്സോ അതിനെക്കുറിച്ചുള്ള എന്ത് ഡീറ്റെയിൽസിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടാവുമല്ലോ. അപ്പോൾ ഈ ഡൗട്ടൊക്കെ കൂടി ക്ലിയർ ചെയ്യണമെങ്കിൽ നമുക്ക് ഇവിടെ അഡ്മിഷൻ ഓഫീസേഴ്സ് ഉണ്ട്. അതിനാണ് ഈ റൂം പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്ക് അഡ്മിഷനെ കുറിച്ചിട്ട് എന്ത് എൻക്വയറീസ് ഉണ്ടെങ്കിലും അവർ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. ഇനി നിങ്ങൾക്ക് വെയിറ്റ് ചെയ്യണമെങ്കിലോ ഒക്കെ പാരൻസിനായാലും സ്റ്റുഡൻസിനായാലും ഇവിടെ ഗസ്റ്റ് ലോഞ്ച് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. പാരൻസിനും സ്റ്റുഡൻസിനും ഒക്കെ നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ വരുമ്പോൾ തന്നെ അവർക്ക് ഉണ്ടാകുന്നത്. പൊതുവേ ഈ നീറ്റ് ആസ്പിറൻസ് ഫേസ് ചെയ്യുന്ന വൺ ഓഫ് ദ മെയിൻ റീസൺ ആണ് അവർ ഡീമോട്ടിവേറ്റഡ് ആവാന്നാണ്. പക്ഷെ അതിനിവിടെ ചാൻസ് കുറവാണ്. കാരണം സൈലം അതിനൊരു സൊല്യൂഷൻ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതെ, ഈ സൈലം ക്യാമ്പസിൽ മാത്രമല്ല, പക്ഷെ ഹോൾ സൈലത്തിൽ തന്നെ ടോപ്പേഴ്സ് നമുക്കിവിടെ കാണാം. അവരുടെ മാർക്കടക്കം നമുക്കിവിടെ കാണാം. സോ നമ്മളൊരു മോട്ടിവേറ്റഡ് ഫീൽ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട്. അതെ, ശരിക്കും ഒരു സ്ക്രീനിന് മോട്ടിവേഷൻ്റെ റോള് മാത്രമല്ല ഉള്ളത്. സൈലത്തിന്റെ ഒരു മൈന്യൂട്ട് ആയിട്ടുള്ള എല്ലാ അപ്ഡേറ്റ്സും ഈ ഒരു സ്ക്രീനിൽ എന്നും ഡിസ്പ്ലേ ചെയ്യുന്നതാണ്. അതെ, ഇനി അടുത്ത മിനിമാടി പോയാലോ? ഇല്ല, ക്ലാസ്സസും ടീച്ചേഴ്സിനൊക്കെ കണ്ടിട്ട് പോയാൽ മതി. അത് നല്ലൊരു വിലയേട്ടാ. വാ നമുക്ക് ഫിഫ്ത് ഫ്ലോർ പോകാം. ഇപ്പം സൈലം ഈ ഹൈബ്രിഡ് ക്യാമ്പസിൽ ടോട്ടൽ 6 ഫ്ലോർസ് ആണല്ലോ. പക്ഷെ ആദ്യം നമ്മൾ പോകുന്നത് 5th ഫ്ലോറിലേക്കല്ല, പക്ഷേ 1st ഫ്ലോറിലേക്കാണ്. അപ്പോൾ നമുക്ക് പോയാലോ? നമ്മളിപ്പോൾ ഉള്ളത് 1st ഫ്ലോറിലാണ്. ഇവിടെ നമുക്ക് കാണാം, ഇവിടെ ഫുൾ ക്ലാസ് റൂംസ് ആണ്. അവിടെയും ക്ലാസ് റൂംസ് ആണ്, ഇവിടെയും ക്ലാസ് റൂംസ് ആണ്. ഇനി നമുക്കൊരു ഡിപ്പാർട്ട്മെന്റ് പരിചയപ്പെടാം. അതെ, നമ്മുടെ പലരുടെയും പേടി സ്വപ്നമായിട്ടുള്ള ഒരു സബ്ജക്റ്റാണിത് അല്ലേ. അങ്ങനെ വിചാരിക്കുന്നതാണ് നമ്മളിൽ പലരും. പക്ഷെ അങ്ങനത്തെ ഒരു സബ്ജക്റ്റ് നമ്മൾ അത്രത്തോളം എളുപ്പമായിട്ട് നമ്മളെ പഠിപ്പിക്കുന്ന ടീച്ചേഴ്സാണ്. അതെ, ഫിസിക്സ് ഫാക്കൽറ്റി റൂം. നമുക്ക് ഫിസിക്സിനെ പറ്റിയിട്ട് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും, എന്ത് ഡൗട്ട് ക്ലിയറൻസ് ഉണ്ടെങ്കിലും നമുക്കത് ഇവിടെ വന്നിട്ട് പറയാവുന്നതാണ്. ഇവിടെ ഇപ്പം തൽക്കാലം ടീച്ചേഴ്സ് എല്ലാവരും ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ ഫിസിക്സ് ഫാക്കൽറ്റി റൂം. നമ്മളിപ്പോൾ സെക്കൻഡ് ഫ്ലോറിലെ ഡിപ്പാർട്ട്മെന്റ് നമ്മളൊന്ന് കണ്ടാലോ? ഇതാണ് ഞാൻ പറഞ്ഞ ഡിപ്പാർട്ട്മെന്റ്. നമ്മൾ പറയല്ലേ സ്റ്റുഡൻസും ടീച്ചേഴ്സും തമ്മിലുള്ള കെമിസ്ട്രി അതെവിടെ നമുക്ക് ഉള്ളിൽ കയറി കണ്ടാലോ? ഇതാണ് ഞാൻ പറഞ്ഞ കെമിസ്ട്രി ടീച്ചേഴ്സ്. കുറച്ച് കെമിസ്ട്രി ടീച്ചേഴ്സ് ക്ലാസ് എടുക്കാൻ വരികയാണ്. ബാക്കി എല്ലാവരും ഇവിടെ ഉണ്ട്. നമുക്കൊന്ന് ഹായ് പറഞ്ഞാലോ? ഇനി നമുക്ക് അക്കാഡമി ഹെഡായ GP സാറിന്റെ റൂമിലേക്ക് പോകാം. മോസ്റ്റ് ഓഫ് ദ നീറ്റ് ആസ്പിറൻസിന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ആണ് ബയോളജി. ബയോ എന്താ? ലൈഫ് അല്ലേ. നമ്മുടെ ഡോക്ടർ എന്ന ജേണിയിലേക്കുള്ള ലൈഫ് ലൈൻസ് ആണ് ഈ ഒരു റൂമിലുള്ളത്. ഈ ഒരു 3rd ഫ്ലോറിൽ തന്നെ നമ്മുടെ അക്കാഡമിക് കോർഡിനേറ്ററായ LN സാർ റൂം കൂടി വരുന്നുണ്ട്. അതാണ് ഇവിടെ വരുന്നത്. ഇനി ഓരോ ക്ലാസ്സിനും പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള ഓരോരോ മെൻറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ അവരുടെ ക്ലാസ്സിന് മുന്നിൽ അവരുടെ പേഴ്സണൽ ആയിട്ടുള്ള മെൻറ്റേഴ്സ് ഇരിക്കുന്ന സ്ഥലത്താണ് ഇപ്പോൾ ഞാൻ ഇരിക്കുന്നത്. ഇതാണ് അവരുടെ ടേബിൾ. സ്റ്റുഡൻസിന് എന്ത് ഇഷ്യൂസ് വേണമെങ്കിൽ ഉണ്ടെങ്കിലും അവരുടെ മെൻറ്റേഴ്സിന് പറയാവുന്ന ഒരു ഏരിയയും കൂടിയാണത്. ഇനി നമുക്കെടുത്ത് ക്ലാസ് റൂംസ് കാണാം. ഞാനിപ്പോൾ നിൽക്കുന്നത് സൈലത്തിൻ്റെ ഒരു ഡിജിറ്റൽ ക്ലാസ് റൂം. ഒട്ടും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീല് പോലും വരാണ്ടാണ് സൈലം അവരുടെ ക്ലാസ് റൂംസ് ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. ഒരു സ്റ്റുഡൻറ്റിനും കൺജസ്റ്റഡ് ആയിട്ടുള്ള ഒരു ഫീല് പോലും വരില്ല. പഠിക്കാൻ അത്രയും നല്ലൊരു അറ്റ്മോസ്ഫിയർ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. 2 സെൻട്രലൈസ്ഡ് ACs അവർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഞങ്ങളുടെ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുന്നത് ഇവിടെ നിന്നിട്ടാണ്. ഇവിടെ ഉള്ള പ്രത്യേകം എന്താ വെച്ചാൽ കുറച്ച് ഈ ഒരു ടീച്ചേഴ്സ് നിൽക്കുന്ന ഏരിയ കുറച്ച് ഹൈറ്റുള്ള ഏരിയ ആണ്. അതുകൊണ്ട് തന്നെ എത്ര ബാക്കിലുള്ള സ്റ്റുഡൻസിനാണെങ്കിലും ഈച്ച് സ്റ്റുഡൻസിനെ നോട്ടീസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ടീച്ചേഴ്സിൻ്റെ ഈ ഒരു ഏരിയ അവർ അറേഞ്ച് ചെയ്തിട്ടുള്ളത്. മാത്രമല്ല സാർമാർ അധികം ക്ലാസ് എടുക്കാൻ മൈക്കിലാണ്. അപ്പം നമുക്കൊരു ഡൗട്ട് ഉണ്ടാവും, ഇത്രയും വലിയ ക്ലാസ്സിൽ എങ്ങനെയാണ് ബാക്കിലുള്ള കുട്ടികൾക്ക് ക്ലാസ് കേൾക്കാന്നുള്ളത്. എനിക്ക് തോന്നുന്നു ഇവിടെ ഒരു 4 സ്പീക്കേഴ്സ് എങ്കിലും ഒരു ക്ലാസ്സിൽ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് എക്സാം എഴുതിട്ടാണ്. തലയിൽ ഞങ്ങൾ ഓൺലൈൻ ക്ലാസ് എടുത്ത് വരും, ഇവിടെ നിന്ന് എക്സാം എഴുതും. പിന്നെ അത് അമ്മൻ്റെ റിസൾട്ട് വരും. പിന്നെ എന്തെങ്കിലും ചെറിയ ഡൗട്ട് ഉണ്ടെങ്കിൽ അത് നമുക്ക് ടീച്ചേഴ്സിനോട് ക്ലിയർ ചെയ്യാം. യൂട്യൂബിൽ തന്നെ സെൻസേഷണൽ ആയിട്ടുള്ള പല ടീച്ചേഴ്സും ക്ലാസ് എടുക്കുന്ന ഇവിടെ നമുക്ക് കാണണ്ടേ. സ്റ്റുഡിയോയിലേക്കല്ലേ? ഹൈലി എനർജറ്റിക് ആയിട്ടുള്ള സൈലത്തിൻ്റെ ഓരോ ഓൺലൈൻ ഫാക്കൽറ്റീസും ക്ലാസ് എടുക്കുന്ന സ്റ്റുഡിയോ ഏരിയയിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. പുറത്ത് തന്നെ 3 സ്റ്റുഡിയോ ആണ്, ബാക്കിയൊക്കെ ഉള്ളിലാണ്. ഇവിടെ തന്നെയാണ് ആപ്പ് മാനേജിംഗ് ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്. ആൻഡ് വി ഹാവ് ദ ബെസ്റ്റ് ടീം ഹിയർ. അവിടെയാണ് ഫാക്കൽറ്റി ലോഞ്ച് ഉള്ളത്. നമ്മളെ ഫേവറേറ്റ് ആയിട്ടുള്ള ഓൺലൈൻ ഫാക്കൽറ്റീസിൻ്റെ റൂമാണുള്ളത്. നമുക്ക് അതിനുള്ളിൽ ഒന്ന് കണ്ടിട്ട് വരാം.
ഉള്ളത് 5th ഫ്ലോറാണ്. 5th ഫ്ലോറാണ് SMEs ഉള്ളത്. ഇവരാണ് നമുക്ക് സ്റ്റഡി മെറ്റീരിയൽസും ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഒക്കെ പ്രിപ്പയർ ചെയ്യുന്നത്. ഇവരാണ് സൈലത്തിലെ കോർ ടീം. ഈ സൈലം ക്യാമ്പസിൽ തന്നെ ദ മെയിൻ ഏരിയ അല്ലെങ്കിൽ ദ കോർ ഏരിയ എന്ന് പറയുന്നത് തന്നെ 5th ഫ്ലോറിൽ തന്നെ കോർപ്പറേറ്റ് ഓഫീസാണ്. നമ്മുടെ ഒക്കെ ഫേവറേറ്റ് ആയിട്ടുള്ള സൈലത്തിൽ തന്നെ CEO ആയിട്ടുള്ള അനന്ത് സാറിൻ്റെ റൂംസ് എവിടെയാണ്. അതുകൂടാണ്ട് തന്നെ നമ്മുടെ ഡയറക്ടേഴ്സ് ആയിട്ടുള്ള വിനി സാറിൻ്റെയും LK സാറിൻ്റെയും റൂം എവിടെയാണ്. 5th ഫ്ലോറിൽ തന്നെയാണ് നമ്മുടെ ഡിജിറ്റൽ മാർക്കറ്റിങ്ങും ക്രിയേറ്റീവ് ടീമും അക്കൗണ്ട്സും ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഇനിയെങ്കിലും ഇനി ഒന്ന് മിനിമാട്ട് കൊണ്ടുപോകും. പല്ലവി വാ നമുക്കിനി മിനിമാട്ട് പോവാം. ഐസ്ക്രീം വാങ്ങിച്ചിരുന്നേ. അയ്യടാ അറ്റ്ലാസ്റ്റ് ഞാൻ പറഞ്ഞ സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. എനിക്ക് നിങ്ങൾക്കും ഫേവറേറ്റ് ആയിട്ടുള്ള സ്ഥലത്തേക്കാണ് പോകുന്നത്. പോകുന്ന വഴിക്കൂടെ ഇവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലമുണ്ട്, അതേപോലെ സിക്ക് റൂമും ഉണ്ട് അവിടെ. ഫൈനലി നമ്മൾ മിനിമാട്ടിൽ എത്തിക്കുകയാണ്. നമ്മൾ മിനിമാട്ടിൽ എന്തൊക്കെയുണ്ടെന്ന് നോക്കിയാലോ, വാ. സൈലന്റ് ടൂർ അവസാനിക്കുകയാണ്. നമ്മൾ വിട്ടുപോയിട്ടുള്ളത് ഇനി 6th ഫ്ലോറുള്ള പ്രെയർ ഹാളും അതുകൂടാണ്ട് ഇപ്പൊ നമ്മൾ കൂടെയുള്ള ക്രിയേറ്റീവ് ടീമിന്റെ റൂമും 6th ഫ്ലോറിലാണ്. ഞങ്ങളുടെ പ്രിപ്പറേഷൻ ഇവിടെയായിരുന്നു. 2026 നീറ്റിന് പ്രിപ്പയർ ചെയ്യുന്ന എല്ലാ ആസ്പിറൻസിനും സൈലം ക്യാമ്പസിലേക്ക് Always welcome. ബൈ.